ഇടയ്ക്ക് ഓരോന്ന് കേൾക്കും. ഉദ്യോഗസ്ഥന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും ടൂർ പോകുന്നവരല്ലേ, വീരസാഹസങ്ങൾ ഇരുന്ന് പറയും. ഹൈ ക്ലാസ്സിലെ പരദൂഷണം. ഞാനും അതിൽപ്പെട്ടവനായതുകൊണ്ട് ഇരിക്കേണ്ടി വരും. എന്താ നീ കേട്ടത്? പറയണോ? ചിലപ്പോ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ സ്വന്തക്കാരുണ്ടാവുമെന്ന കാര്യം ചില വങ്കന്മാര് മറക്കും. അതിശയോക്തി തട്ടിക്കഴിക്കാം, എന്നാലും കേൾക്കുമ്പോ വിഷമം തോന്നും. കേട്ടിരിക്കുന്നതിൽ അനിയനുണ്ടെന്ന് പറയുന്നവനറിയില്ലല്ലോ. ആരാ പറഞ്ഞത്? എന്നെപ്പറ്റി ആരാ പറഞ്ഞത്? പതുക്കെ. ഞാനിത് ഇപ്പൊ പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല. പക്ഷേ നേരത്തെ അറിഞ്ഞാൽ അത്രയും കരുതിയിരിക്കാമല്ലോ ഏട്ടത്തേക്ക്. നോൺസെൻസ്, ശുദ്ധ നോൺസെൻസ്. ഏത് ബ്ലഡി റാസ്കലാണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? പതുക്കെ. നോക്കൂ, സൊസൈറ്റി ഡ്രിങ്കിങ് ചിലപ്പോഴൊക്കെ വേണ്ടിവരും. രാജിലെ ക്രിസ്റ്റൽ റൂമിൽ കോക്ടെയിലിനിരിക്കുമ്പോഴും നമ്മളൊക്കെ മാധവ മാഷ്ട മക്കളാണെന്ന വിചാരം ഉള്ളിലുണ്ടായാൽ മതി. ആരുടെയൊക്കെയോ സുഹൃതം കൊണ്ട് അല്ലെങ്കിൽ ആക്സിഡന്റലായി എവിടെയൊക്കെയോ എത്തിപ്പെട്ടു എന്ന് തോന്നിയാൽ വളരെ നല്ലത്. ഓ, നളിനിയുടെ ഫ്രണ്ട്സ് പറഞ്ഞതാവും. അയ്യോ അല്ല, നളിനിക്ക് അവളുടെ സ്വന്തം കാര്യം നോക്കാൻ തന്നെ സമയമില്ല. ഭർത്താവിന്റെയും മകന്റെയും കാര്യം നോക്കാൻ ഒട്ടും സമയമില്ല. പിന്നല്ലേ ബന്ധുക്കളുടെ കാര്യം. ഷീസ് ഇന്നസെന്റ്. കുട്ടേട്ടന്റെ കൂടെ ചിലപ്പോ ഡിന്നറിന് പോകും. അപ്പോ ഡ്രിങ്ക്സ് കഴിക്കില്ലെന്ന് ഞാൻ വ്രതം ഒന്നും വെക്കാറില്ല. വ്രതം പാടില്ല, ഗുഡ്. പക്ഷേ 2 പെഗ് കഴിഞ്ഞാൽ ചിരി, 3 കഴിഞ്ഞാൽ പാട്ട്, 4 കഴിഞ്ഞാൽ ഇരിക്കാൻ ക്ഷണിച്ചാൽ കിടന്നോളും എന്ന് പറയിപ്പിക്കരുത്. വാചകം എന്റെ അല്ല. സിഡോ സിഡോ. PRSന്റെ ചാപ്റ്റർ മീറ്റിംഗ് ഞാനും ഇരിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞൊരു ഡിന്നർ. അവിടെ വന്ന് ഒരുത്തന്റെ വക വിസ്കിയുടെ പുറത്തെ കഥകൾ, പെണ്ണുങ്ങൾ അയാളെ കണ്ട് മോഹിച്ചു വീണ വീരകഥകൾ. ഒരു അപ്സ്റ്റാർട്ട് കുട്ടേട്ടന്റെ കമ്പനിയിൽ നിന്ന് ഒരുത്തൻ, പേര് ഗോപിനാഥ്. ചീഫ് പാവം കിഴവൻ, വലിയ വിശ്വാസം, നൈസ് മാൻ. ചീഫിന്റെ ഭാര്യയിൽ നിന്നും ശരീരം രക്ഷിക്കാനാണ് അത്ര അവന് കഷ്ടപ്പാട്.